ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മുതൽ നമ്മൾ പ്ലസ് വൺ ഫിസിക്സിൻ്റെ ക്ലാസ് തുടങ്ങുവാണ്. പ്ലസ് വൺ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ടാണ്. പാർട്ട് 1, പാർട്ട് 2. അതിൽ പാർട്ട് 1 8 ചാപ്റ്റേഴ്സും പാർട്ട് 2 7 ചാപ്റ്റേഴ്സുമാണ് ഉള്ളത്. അങ്ങനെ മൊത്തം 15 ചാപ്റ്റേഴ്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ 1 ആയ ഫിസിക്കൽ വേൾഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചാപ്റ്റർ 1 ഫിസിക്കൽ വേൾഡ്. ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല എക്സാമിന്. പക്ഷേ എങ്കിൽ പോലും ഒരു മാർക്കിനോ മറ്റോ ക്വസ്റ്റ്യൻ ചോദിക്കത്തേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ പറയുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫിസിക്സ്, അതുപോലെ തന്നെ സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ്, ഫിസിക്സ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി, ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ആൻഡ് നേച്ചർ ഓഫ് ഫിസിക്കൽ ലോസ്. ഇത്രയും ടോപ്പിക്സാണ് ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററിനകത്ത് പറയുന്നത്. പക്ഷേ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാന്നുള്ള ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഇത് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ആ ഒരു മാർക്ക് എന്തായാലും വാങ്ങാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന ടോപ്പിക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആണ് നമുക്കുള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നീ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ് നേച്ചറിലുള്ളത്. അപ്പം ഈ ആരോ ഒക്കെ കാണുമ്പോൾ അറിയാം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏത്, ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ഏത് എന്നല്ലേ. അതായത് താഴോട്ട് പോകുന്തോറും എന്താണ് ഇതിന്റെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടാണ് വരുന്നത്. ഓരോ ഫോഴ്സിന്റെയും സ്ട്രെങ്ത് താഴോട്ട് പോകുന്തോറും കൂടുന്നുണ്ട്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പക്ഷെ അതേസമയം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള, അതായത് ഈ 4 ഫണ്ടമെന്റൽ ഫോഴ്സസിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് ഈ 4 ഫോഴ്സിനെ കുറിച്ച് ജസ്റ്റ് 2-3 പോയിന്റ്സ് അതിനെ കുറിച്ചൊന്ന് പറയാം. ഫസ്റ്റ് വൺ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഉള്ള പാർട്ടിക്കിൾസിനിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഇപ്പം ഒരു മാസമുള്ള ഒരു ഒബ്ജക്റ്റും അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു മാസമുള്ള ഒബ്ജക്റ്റും, ഈ 2 ഒബ്ജക്റ്റുകൾ തമ്മിലുണ്ടാവുന്ന ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പം മാസ് ഉള്ള പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാവുന്ന ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ 4 ഫണ്ടമെന്റൽ ഫോഴ്സിൽ. പിന്നെ പറയുന്നുണ്ട് ഇതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ഓക്കെ, ഇതൊരു ലോങ് റേഞ്ച് ഫോഴ്സ്, അതായത് എത്ര ലോങ് ഡിസ്റ്റൻസിൽ വേണമെന്നുണ്ടെങ്കിലും ഈ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഇതിനൊരു ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് നമ്മൾ പേര് കേൾക്കുമ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ് ആണ് എന്ന് വിചാരിക്കരുത്. ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ് അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടിയ ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവുന്നത് ബീറ്റ ഡീകെ, അതായത് ന്യൂക്ലിയസിന്റെ ബീറ്റ ഡീകെ നടക്കുമ്പോഴാണ് ഈ ഫോഴ്സ് ഉണ്ടാവുന്നത്, ആക്ട് ചെയ്യപ്പെടുന്നത്. അതായത് ബീറ്റ ഡീകെ എന്നാൽ എന്താ? ബീറ്റ ഡീകെ എന്ന് പറഞ്ഞാൽ അതായത് ബീറ്റ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസും പോസിട്രോൺസും ആവാം. ഓക്കെ, ഈ ബീറ്റ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബീറ്റ ഡീകെ എന്ന് പറയുന്നത്. ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിനകത്ത് ഒരുപാട് പ്രോട്ടോൺസും അതുപോലെ തന്നെ ഒരുപാട് ന്യൂട്രോൺസും കാണാം. അപ്പൊ എന്ത് ചെയ്യും? ഇത് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്തുകൊണ്ട് പ്രോട്ടോൺസ് ഒന്നെങ്കിൽ ന്യൂട്രോൺസ് ആയി മാറും, അല്ലെങ്കിൽ ന്യൂട്രോൺസ് എന്ത് ചെയ്യും? പ്രോട്ടോൺസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബീറ്റ ഡീകെ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിനോമിന അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്താണ് എന്ത്? നമ്മുടെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ഓക്കെ, that is it appears only in beta decay of nucleus. ബീറ്റ ഡീകെ നടക്കുന്ന സമയത്താണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുമ്പോൾ ന്യൂട്രോൺസ് പ്രോട്ടോൺസ് ആയിട്ട് മാറും, പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ആയിട്ട് മാറും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ലോങ് റേഞ്ച് ഫോഴ്സ്. പക്ഷെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്, അതായത് ഷോർട്ട് ഡിസ്റ്റൻസിന് മാത്രം ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അടുത്ത ഫോഴ്സ് ആണ് അല്ലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പേരിൽ തന്നെ ഉണ്ട് അല്ലെ. ഇതിനകത്ത് ഏതൊക്കെ ഫോഴ്സുകളായിരിക്കും ഉണ്ടാവുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സും ഉൾപ്പെടുന്ന ഒരു ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇത് എവിടാണ് ആക്ട് ചെയ്യപ്പെടുന്നത്? ചാർജ്ഡ് പാർട്ടിക്കിൾസിനിടയിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്.
അല്ലേ? ഇതിനകത്ത് രണ്ട് തരം ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ റെസ്റ്റ്. ഓക്കെ, അപ്പോൾ റെസ്റ്റ് ഇരിക്കുന്ന ചാർജ് പാർട്ടിക്കിൾസിനിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടാവുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്ത് പറയാം, ചാർജ് പാർട്ടിക്കിൾസിനിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പോലെ തന്നെ ഒരു ലോങ് റേഞ്ച് ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അടുത്ത ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതായത് ഈ 4 ഫണ്ടമെന്റൽ ഫോഴ്സസിലും ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ഫോഴ്സ് എവിടെയാണ് അനുഭവപ്പെടുന്നത്? അതായത് ന്യൂക്ലിയസിനകത്താണ് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കാണപ്പെടുന്നത്. അതായത് ന്യൂട്രോൺസിനെ പ്രോട്ടോൺസിനെ ബൈൻഡ് ചെയ്യുന്നത് ആരാണ്? ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഈ ഒരു ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺസും പ്രോട്ടോൺസും എന്ത് ചെയ്യും? പ്രോട്ടോൺസ് റിപ്പൽ ചെയ്ത് പോകും. ഓക്കെ, പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. എന്നാൽ ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ചാർജ്ലെസ് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ ഈ പ്രോട്ടോൺസ്, അതായത് പോസിറ്റീവും കൂടി തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പൊ റിപ്പൽ ചെയ്ത് എന്താ? അതൊരു സ്റ്റേബിൾ കണ്ടീഷനിലെത്തും, ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ന്യൂക്ലിയസ് എപ്പോഴും സ്റ്റേബിളായി തന്നെ നിൽക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞു ഇതൊരു സ്ട്രോങ് ഫോഴ്സ് ആണ്, അല്ലേ? നെക്സ്റ്റ് വൺ, എല്ലാ ഫോഴ്സിനെ കണക്കും ഇതിന്റെ റേഞ്ച് നമുക്ക് പറയാം. എന്താണ്? ഇതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ഓക്കെ, ഇതൊരു ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രം ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സാണ് ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ഇതൊരിക്കലും ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതായത് ചാർജിനെ ആശ്രയിക്കുന്നില്ല ഈ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 4 ഫോഴ്സുകൾ എന്ന് പറയുന്നത്: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഫൈനലി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഈ 4 ഫണ്ടമെന്റൽ ഫോഴ്സസിൽ നിന്നും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് പഠിക്കാൻ കഴിയും. ഓക്കെ, ഇങ്ങനെ റേഞ്ചുകൾ തമ്മിലും അതുപോലെ തന്നെ അതിന്റെ സ്ട്രെങ്തും ഒക്കെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ഓർത്തിരിക്കും. ഇനി ഇതിന്റെ സ്ട്രെങ്തിന്റെ റേഷ്യോ പറയുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ 4 ഫോഴ്സുകളുടെ റിലേറ്റീവ് സ്ട്രെങ്ത് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് FG എന്ന് പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, FW എന്ന് പറഞ്ഞ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, FE എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് FS എന്ന് പറയുന്ന സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ഇപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പം അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നമുക്ക് പറയാം വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് നിന്ന് 10⁻25 ടൈംസ് ഗ്രേറ്റർ ആയിരിക്കും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാളും 10⁻25 ടൈംസ് ഗ്രേറ്റർ. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാളും 10⁻36 ടൈംസ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതുപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാളും 10⁻38 ടൈംസ് സ്ട്രോങ്ങർ ആയിരിക്കും. ആര്? നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ആൻഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് പേരിൽ മാത്രമേ ഉള്ളത് വീക്ക്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാളും 10⁻25 ടൈംസ് സ്ട്രെങ്ത് ആണ് നമ്മുടെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ന്യൂക്ലിയറിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ഉണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഫിസിക്കൽ വേൾഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കിയത്, ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ട്: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, അതിന്റെ ആരെയാണ് നമ്മൾ കാണിച്ചത്. അതായത് താഴോട്ട് പോകുന്തോറും ഇതിന്റെ സ്ട്രെങ്ത് കൂടിക്കൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ +1 ഫിസിക്സിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന ദിവസം, അതായത് എല്ലാ തിങ്കളും ചൊവ്വയും ഞാൻ അതിൻ്റെ നോട്ട്സും കൂടി, ഓക്കെ, അന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സും കൂടി ഞാൻ PDF ആക്കി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, താങ്ക് യു.